ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ദൈവസന്നിധിയിൽ ആർത്തു വിളിക്കുക എന്നതിനെക്കുറിച്ചാണ്. 35-ാം സങ്കീർത്തനം 27-ാം തിരുലിഖിതം. എൻ്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പ് വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ 77-ാം സങ്കീർത്തനത്തിൽ 10-ാമത്തെ തിരുലിഖിതത്തിൽ ഒരു ദൈവ പൈതലിൻ്റെ ദുഃഖം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 77-ാം സങ്കീർത്തനം 10-ാം വാക്യം വായിക്കുന്നത് എങ്ങനെയാണ്? അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിന് കാരണം. ദൈവ പൈതലിൻ്റെ ഹൃദയം വേദനിക്കുകയാണ്. ആ ദൈവദാസൻ ദൈവസന്നിധിയിൽ ഹൃദയത്തിൻ്റെ ദുഃഖവും വേദനയും വെളിപ്പെടുത്തുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നില്ല, എൻ്റെ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തനനിരതമാകുന്നില്ല, ഇതെൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവദാസൻ ദൈവസന്നിധിയിൽ ഹൃദയത്തിൻ്റെ ആകുലങ്ങൾ വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവദാസനൊരു ദൈവത്തെ പരിചയമുണ്ട്. അതാണ് 77-ാം സങ്കീർത്തനത്തിൽ തുടർന്ന് വരുന്ന വചനങ്ങൾ. 77-ാം സങ്കീർത്തനത്തിലെ 18-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ഓ എൻ്റെ ദൈവത്തിൻ്റെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മാറ്റിനി കൊണ്ട് അങ്ങയുടെ മിന്നലുകൾ ലോകത്തെ പ്രകാശിപ്പിച്ചു, ഭൂമി നടുങ്ങി വിറച്ചു. വീണ്ടും 77-ാം സങ്കീർത്തനത്തിൽ 19-ാമത്തെ വാക്യത്തിൽ ശക്തനായ ദൈവത്തെ അനുഭവിച്ച ദൈവദാസൻ പഠിപ്പിക്കുകയാണ്, അങ്ങയുടെ വഴി സമുദ്രത്തിലൂടെയായിരുന്നു, അങ്ങയുടെ പാത പെരുവെള്ളത്തിലൂടെയായിരുന്നു, ഓ അങ്ങയുടെ അദൃശ്യ കാൽപാദങ്ങൾ ആരും കണ്ടില്ലല്ലോ. ഇങ്ങനെ ശക്തനായ ദൈവത്തെ അറിഞ്ഞ ദൈവദാസൻ്റെ വേദന 77:10 പറയുകയാണ്, അങ്ങയുടെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലിഖിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടാൻ പല നിർദ്ദേശങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ഒരു നിർദ്ദേശമാണ് 35-ാം സങ്കീർത്തനത്തിലെ 27-ാമത്തെ വാക്യം, എൻ്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പ് വിളിക്കട്ടെ. പാലാ ഭരണങ്ങാനം കൺവെൻഷൻ നടക്കുമ്പോൾ അവിടെ ഒരു ടീച്ചർ വന്ന് ടീച്ചറിൻ്റെ അനുഭവം വെളിപ്പെടുത്തുകയുണ്ടായി. ദൈവത്തെ ആരാധിച്ചപ്പോൾ എങ്ങനെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടു. എൻ്റെ പേര് മേഴ്സി ജോണി. മാനത്തൂർ ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എനിക്ക് 16 വർഷമായി കാലിൽ വേരിക്കോസ് വെയിൻ്റെ വേദന ഭയങ്കരമായി അനുഭവപ്പെട്ടിരുന്നു. 16 വർഷം വേരിക്കോസ് വെയിൻ. ഒത്തിരി മരുന്നുകൾ കഴിച്ചു, ഒന്നും ഫലമുണ്ടായില്ല. എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ടായതല്ലാതെ 2011 ഡിസംബർ മാസത്തിലെ അഭിഷേകാഗ്നി ധ്യാനത്തിൽ എവിടെ ഭരണങ്ങാനത്ത് നടന്നതാണോ? ഭരണങ്ങാനത്ത് നടന്നു. കഴിഞ്ഞ വർഷത്തെ ഈ ഭരണങ്ങാനം കൺവെൻഷനിൽ ഈ സഹോദരി ഈ ഒരു രോഗത്തോടു കൂടെ വന്നാണ് കരഞ്ഞ് പ്രാർത്ഥിച്ചത്. അപ്പോൾ എന്തുണ്ടായത്? ആരാധനയുടെ സമയത്ത് 3-ാം ദിവസം 6 അധ്യാപികമാരുടെ വേരിക്കോസ് വെയിൻ മാറ്റി കർത്താവ് സുഖപ്പെടുത്തുന്നുവെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരാളെ ഞാനായിരിക്കണമെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പോകാൻ സമയത്ത് കാലിലെ വേദന പൂർണ്ണമായും മാറിയെന്ന് എനിക്ക് മനസ്സിലായി. പോകുന്ന സമയത്ത് തന്നെ കാലിൻ്റെയൊക്കെ വേദന വിട്ടുപോയതായി തോന്നി. എന്നിട്ട് പിന്നെ കർത്താവ് എന്നെ സുഖപ്പെടുത്തിയാൽ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ വേരിക്കോസ് വെയിൻ ഒട്ടും ഇല്ലാത്ത വിധം ശരീരത്തിൽ ആ രോഗം അപ്രത്യക്ഷമായിരിക്കുന്നതാണ് ടീച്ചർ കണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദീർഘമായ 16 വർഷങ്ങൾ ആർക്കും സഹായിക്കാൻ പറ്റാത്ത വിധം രോഗത്തിൻ്റെ പിടിയിൽ അമർന്നു. ദൈവത്തിൻ്റെ ശക്തി 16 വർഷമായിട്ട് കാണാൻ വെമ്പൽ കൊണ്ടൊരു ഹൃദയമാണത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭരണങ്ങാനം കൺവെൻഷൻ വന്ന് 10,000 ആരവങ്ങളോടൊപ്പം ദൈവത്തെ ആർത്ത് വിളിച്ച് ദൈവത്തെ ആരാധിച്ചത്. ആരാധനയുടെ സമയത്ത് കർത്താവ് വെളിപ്പെടുത്തി മെസ്സേജ് തന്നു, 6 പേരുടെ അധ്യാപികമാരുടെ കാലിൻ്റെ വേരിക്കോസ് ഇതാ കർത്താവ് സുഖപ്പെടുത്തുന്നു. ആ സമയം അതങ്ങോട്ട് വിട്ടുപോയി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടുന്ന അതേപോലെ നല്ല എരിവോടെ ഈ ശുശ്രൂഷ പങ്കുചേരണം. കുടുംബാംഗങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഒരുപക്ഷെ നിങ്ങൾ ഇതിനു മുമ്പ് ദൈവത്തെ ആരാധിച്ചൊരു ശീലമില്ലാത്തവരാണെങ്കിലും, ഒരുപക്ഷെ പാട്ട് പാടുമ്പോഴൊക്കെ കൈകെട്ടി നിൽക്കുന്ന ഒരു പ്രകൃതത്തിന് അടിമയാണെങ്കിലും, ഇന്ന് അതൊന്ന് വിട്ടുകൊടുക്കുക മക്കളെ. ഇന്ന് മനസ്സൊന്ന് തുറക്കുക. ദൈവം ഇടപെടും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ വേദനകൾ ദുഃഖമുണ്ടെങ്കിൽ അവിടെ ദൈവശക്തി ഇറങ്ങാൻ വേണ്ടി ഈ സമയത്ത് നിങ്ങളുടെ പ്രയാസം സമർപ്പിച്ച് ഒരു നേർച്ച നിറങ്ങ പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവ് എന്നെ ഇന്ന് സുഖപ്പെടുത്തിയാൽ, എൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ടാൽ, എൻ്റെ ഈ കാര്യത്തിൽ വന്നാൽ ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി സാക്ഷ്യപ്പെടുത്തും. ഹൃദയം കൊണ്ട് ഒരു പ്രാർത്ഥന അങ്ങോട്ട് പ്രാർത്ഥിക്കുക. അതിനുശേഷം എല്ലാവരും കൂടുക. സിസ്റ്റേഴ്സ് സമൂഹങ്ങളിൽ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുക. കുടുംബങ്ങളിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുക. ആരെങ്കിലും ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഒറ്റയ്ക്കാണെങ്കിൽ, പ്രിയ മക്കളെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. സഭയുടെ വലിയ ലക്ഷക്കണക്കിന് ആളുകൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടായ്മയിലാണ് ഇപ്പോൾ. ആ ഒരു അനുഭവത്തോടെ ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് അവിടെ നിന്ന് ഈ കൂട്ടായ്മയിലേക്ക് ചേരുക. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: രക്ഷകനായ യേശുവേ, രക്ഷകനായ യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് സഭയോട് ചേർന്ന് എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു. യേശുവേ, ഈ നിമിഷങ്ങളിൽ അവിടുന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഈ സമൂഹത്തിലേക്ക് അത്ഭുതകരമായി എഴുന്നള്ളി വരണമേ. യേശുവേ, അവിശ്വാസം പരിഹരിച്ച് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ദൈവത്തെ ആരാധിക്കാൻ ദൈവസന്നിധിയിൽ ആർത്ത് വിളിച്ച് ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. നാവിന്റെ കെട്ടുകൾ അഴിക്കണമേ. ആദരങ്ങളുടെ ബന്ധനങ്ങൾ തകർക്കണമേ. എന്റെ ആദരങ്ങൾ ദൈവസ്തുതികൾ ആലപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി കുടുംബം ഒന്നിച്ച്, സമൂഹം ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഈ വലിയ പരിശുദ്ധ കർമ്മത്തിൽ പങ്കുചേരുക. പ്രിയ മക്കളെ, സ്വർഗം തുറക്കപ്പെടുന്ന സമയമാണിത്. വിശുദ്ധിയുടെ അഭിഷേകം നിറയുന്ന സമയമാണ്. തഴക്കദോഷങ്ങൾ, ദുശീലങ്ങൾ, മദ്യപാനം, ചീട്ടുകളി, ദുർവൃത്തി, എല്ലാ അന്ധകാരപീഠകളും ജെറീക്കോ മതിൽ തകർന്നടിയുന്ന സമയമാണിത്. ഉറക്കെ സ്തുതിക്കട്ടെ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി സ്തുതിക്കുന്നു. ഓ ശക്തിയുടെ അഭിഷേകം, ഓ വിടുതലിന്റെ അഭിഷേകം, ഓ ദൈവത്തിന് ഒരുമിച്ച് ആരാധിച്ച് അഭിഷേകം പ്രാപിക്കുന്നു. ഗ്ലോറി, 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 പവർ, പവർ. ഗ്ലോറി, 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 ഗ്ലോറി. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ നല്ലവനല്ലോ, സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ നല്ലവനല്ലോ, സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ നല്ലവനല്ലോ, സ്തുതി എന്നും അവന്. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ, യഹോവയ്ക്കാർപ്പിടുവിൻ, യഹോവയ്ക്കാർപ്പിടുവിൻ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവജനം ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ, യേശുവേ, രാജാവേ, ആരാധന, ആരാധന. ഇന്ന് ഈ സമയം തന്നെ ഓ യേശുവിന്റെ അത്ഭുത ശക്തി, സൗഖ്യത്തിന്റെ അത്ഭുത ശക്തി, അഭിഷേകത്തിന്റെ അത്ഭുത ശക്തി, വിടുതലിന്റെ അത്ഭുത ശക്തി ഈ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, ഈ സമൂഹങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. കൃപ നിറയട്ടെ. ക്ഷീണങ്ങൾ മാറട്ടെ, മന്ദത മാറട്ടെ, മരവിപ്പ് മാറട്ടെ, അന്ധകാരങ്ങൾ നീങ്ങട്ടെ, ദുഃഖപീഠകൾ വിട്ടുപോകട്ടെ, നിരാശകൾ വിട്ടുപോകട്ടെ, അവിശ്വാസം വിട്ടുപോകട്ടെ. ഇപ്പോൾ അഭിഷേകം സംഭവിക്കട്ടെ. പ്രാർത്ഥന നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, കൂട്ടായ്മ ഉണ്ടാകട്ടെ, പിണക്കങ്ങൾ മാറട്ടെ, വൈരാഗ്യങ്ങൾ മാറട്ടെ, വെറുപ്പ് മാറട്ടെ, വചനം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, 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 ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന.
യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്ന ദൈവം വിശുദ്ധ ലിഖിതങ്ങളിൽ നമുക്ക് നൽകിയിട്ടുള്ള അത്ഭുതകരമായ ഒരു വെളിപാടാണ്. ദൈവസന്നിധിയിൽ ആർപ്പ് വിളിച്ച് ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും ഇരുന്ന് ദൈവവചനം ശാന്തമായി കേൾക്കാം. ദൈവത്തെ ആരാധിക്കാൻ വിശുദ്ധ ലിഖിതം നമുക്ക് നിർദ്ദേശം നൽകുമ്പോൾ അത് ദൈവത്തിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് നാം ചിന്തിക്കരുത്. ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. അവർ പറയുകയാണ്, ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് നമ്മുടെ കാര്യം തന്നെ നോക്കാൻ നിവൃത്തിയില്ല, അതിനുള്ള സമയം പോലും നമുക്ക് കിട്ടുന്നില്ല. അതിനിടയ്ക്ക് എങ്ങനെ നമുക്കൊരു ദിവസം കുറേ നേരം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി സമയം കണ്ടെത്താൻ പറ്റും? നമ്മളിനി നമ്മുടെ സമയം കൂടെ മാറ്റി വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി, ദൈവത്തിൻ്റെ മഹത്വം കൂട്ടാൻ വേണ്ടി പരിശ്രമിക്കേണ്ട കാര്യമുണ്ടോ? ദൈവം അവിടെ സമാധാനത്തിരിക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ വിശുദ്ധ ലിഖിതങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അങ്ങനെ ഒരു ലാഘവ ബുദ്ധിയുടെ വഴിയല്ല. വിശുദ്ധ ലിഖിതങ്ങളിൽ എന്തിനു വേണ്ടിയാണ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെടുന്നത്? എനിക്കിതിനെക്കുറിച്ചൊരു പരിജ്ഞാനം ഇല്ലാതിരുന്ന കാലമുണ്ട്. അന്ന് ഞാൻ ബൈബിൾ നന്നായിട്ട് പഠിച്ചുള്ള ബൈബിൾ പണ്ഡിതന്മാരെ കണ്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ ആ ബൈബിൾ പണ്ഡിതന്മാർ വെളിപ്പെടുത്തിയ കാര്യം ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തെ ആരാധിക്കണം, സ്തുതിക്കണം, മഹത്വപ്പെടുത്തണം എന്നൊരു സ്ഥലത്ത് ദൈവം പറഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ആദി മുതലേ ഇന്നും എന്നേക്കും ഒരുവൻ തന്നെ, അവൻ ഒരേപോലെ ഇരിക്കുന്നു. നമ്മൾ സ്തുതിച്ചു എന്ന് വിചാരിച്ച്, നമ്മൾ മഹത്വപ്പെടുത്തി എന്ന് വിചാരിച്ച് ദൈവത്തിൻ്റെ മഹത്വം കൂടുന്നുമില്ല, നമ്മൾ മഹത്വപ്പെടുത്തിയില്ലെന്ന് വിചാരിച്ച് ദൈവത്തിൻ്റെ മഹത്വം കുറയുന്നുമില്ല. ദൈവം അനാദി മുതൽ ഇന്നും എന്നേക്കും ഒരുവൻ തന്നെ, ഒരേപോലെ ഇരിക്കുന്നവനാണ് ദൈവം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ എന്തിനാണ് ദൈവത്തെ ആരാധിക്കണം എന്ന് പറയുന്നത്? ഒരു വ്യക്തി ദൈവത്തെ ആരാധിച്ചാൽ ആ വ്യക്തിയുടെ മഹത്വം വർദ്ധിക്കും, ആ വ്യക്തിയുടെ മേൽ കൃപ നിറയും. എനിക്ക് ഈ കാര്യം ബോധ്യം കിട്ടിയപ്പോൾ എൻ്റെ കൂടെയുള്ള വൈദികരോടെല്ലാം ഞാനിത് പറഞ്ഞു. അപ്പോൾ സാംസൺ അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛനുണ്ട്. ആ അച്ഛൻ മുഴുവൻ ശക്തിയോടും കൂടെ അച്ഛൻ ദൈവത്തെ കൂടെ ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അച്ഛൻ്റെ മേൽ വന്ന് നിറഞ്ഞു. പിന്നെ അച്ഛൻ വെറുതെ ഒന്ന് പറഞ്ഞാൽ അത്ഭുതം. ഇതാ ഒരാളുടെ അനുഭവം, കുരുവിള എന്ന് പറയുന്ന ഒരാളുടെ അനുഭവം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. എൻ്റെ പേര് കുരുവിള. ഞാൻ ചിങ്ങവനത്ത് നിന്ന് വരുന്നു. ഞാൻ എൻ്റെ മകളുടെ ചിങ്ങവനം എന്ന സ്ഥലം, അവിടെ നിന്നാണ്. എൻ്റെ മകള് കാനഡയിൽ നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഈ ഡിസംബർ 15-ാം തീയതിക്ക് അവളുടെ വർക്ക് പെർമിറ്റ് നീട്ടി കിട്ടിയില്ല എങ്കിൽ 16-ാം തീയതി മുതൽ അവിടെ ജോലി ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരവസ്ഥയിൽ വളരെ ഭാരത്തോടെ ഞാനും എൻ്റെ ഭാര്യയുമായിട്ട് ഈ കഴിഞ്ഞ മാസം അതിരമ്പുഴയിൽ നടന്ന കൺവെൻഷനിൽ പങ്കെടുക്കുകയുണ്ടായി. അതിരമ്പുഴ പള്ളിയിൽ വെച്ചിട്ട് വലിയൊരു അഭിഷേകാഗ്നി കൺവെൻഷൻ, അവിടെ നിന്നാണ് ആ കൺവെൻഷൻ പറ. 4-ാം ദിവസം വൈകുന്നേരം അച്ഛന് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിഷയം പറയണമെന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ അന്ന് വൈകുന്നേരത്തെ ബഹുമാനപ്പെട്ട സാംസൺ അച്ഛനാണ് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇപ്പം കൈകൾ വെച്ച് പ്രാർത്ഥിക്കാനല്ല, സാംസൺ അച്ഛൻ, സെബാസ്റ്റ്യൻ അച്ഛൻ, ഇങ്ങനെയുള്ള പുതിയ അച്ഛന്മാരെ കർത്താവ് അയച്ചു. അവർ പെട്ടെന്ന് കൈവച്ച് എന്നിട്ട് അച്ഛന് അവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നുകൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും മാറി അവിടെ ഇരുന്നു. എല്ലാവരും പോയതിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് ചെന്നു. ക്ഷമ വേണം എല്ലാ കാര്യത്തിനും. അച്ഛനോട് ഞങ്ങൾ ഈ വിവരം പറഞ്ഞു. അച്ഛൻ ഞങ്ങളെ രണ്ടുപേരുടെയും തലയെ കൈവച്ച് പ്രാർത്ഥിച്ചേച്ച് തോളെ തട്ടിയിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് പോയിക്കോ, എല്ലാം നേരെ ആയിക്കോളൂ എന്ന്. ഞങ്ങളിങ്ങോട്ട് തിരിഞ്ഞുകൊണ്ട് എൻ്റെ ഭാര്യ ചോദിച്ചു, അച്ഛൻ എന്നാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, അച്ഛൻ എന്നാ പറയാനാ, ധൈര്യമായിട്ട് പോക്കോ, നേരെ ആയിക്കോളൂ എന്ന് പറഞ്ഞു. ഈ ചേട്ടന് വില തോന്നിയില്ല, ഇത് വല്ല അച്ഛന്മാരും പറഞ്ഞായിരിക്കും എന്ന് വിചാരിച്ച് ഇരുന്നു. അങ്ങനെയാണ് ഇരുന്നത്? ഇല്ല, പറഞ്ഞു. അവിടുന്ന് ഞങ്ങൾ ഇങ്ങ് പോന്ന് പ്രാർത്ഥിച്ചു. ഭാര്യ ചോദിച്ച ചോദ്യം മോശമില്ല, എല്ലാം കിട്ടിയെന്നല്ല ചോദിച്ചു. അല്ല, എന്നാ പറഞ്ഞാൽ ദൈവം കാര്യം നടത്തി. ഡിസംബർ 15 എന്നുള്ളത് ഡിസംബർ 7-ാം തീയതി 2 വർഷത്തേക്ക് വർക്ക് പെർമിറ്റ് ദൈവം കൊടുത്തു. 2 വർഷത്തേക്ക് വർക്ക് പെർമിറ്റ് അടിച്ച് ദൈവം അങ്ങോട്ട് കൊടുത്ത്. കൺവെൻഷൻ കഴിഞ്ഞ് 1 മാസം പോലെ തികേണ്ടി വന്നില്ല, വർക്ക് പെർമിറ്റിന്റെ തടസ്സം അങ്ങോട്ട് മാറ്റി കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
സാംസൺ അച്ഛൻ വെറുതെ ഒന്ന് പറഞ്ഞോളൂ, ഈശോ അതേപോലെ അങ്ങോട്ട് ദൈവത്തിൻ്റെ ശക്തി അവിടെ അതേപോലെ പ്രകടമായി. എന്താ സാംസൺ അച്ഛൻ്റെ പ്രത്യേകത? അച്ഛന് കിട്ടുന്ന സമയമെല്ലാം ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക, സർവ്വശക്തിയോടും കൂടെ ദൈവത്തെ പ്രകീർത്തിക്കുന്നതിലും പാട്ട് പാടുന്നതിലും സ്തുതിക്കുന്നതിലുള്ള നാണമൊക്കെ അങ്ങോട്ട് മാറ്റി ശരിക്കും അങ്ങോട്ട് ദൈവത്തെ ആരാധിച്ചു. അതുകൊണ്ട് ഒരു വാക്ക് പറയുമ്പോൾ കൈയൊന്ന് വെക്കുമ്പോൾ ശരിയാവും ഇത്ര ഒന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തി അവിടെ അങ്ങോട്ട് പ്രകടമാകുക. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 മക്കബായർ 8-ാം അധ്യായം 18-ാം തിരുലിഖിതത്തിൽ പറഞ്ഞെങ്ങനെയാണ്? നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും തൻ്റെ അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. 68-ാം സങ്കീർത്തനം 7-8 തിരുലിഖിതങ്ങൾ. ദൈവമേ, അങ്ങയുടെ ജനത്തിന് മുമ്പിൽ മുന്നേറിയപ്പോൾ, മരുഭൂമിയിലൂടെ അങ്ങ് മുന്നേറിയപ്പോൾ ദൈവ സാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ ചൊരിയുകയും ചെയ്തു. ഹല്ലേലൂയ. 77-ാം സങ്കീർത്തനത്തിൽ 19-ാം തിരുലിഖിതം, അങ്ങയുടെ വഴി സമുദ്രത്തിലൂടെയായിരുന്നു, അങ്ങയുടെ പാത പെരുവെള്ളത്തിലൂടെയായിരുന്നു, അങ്ങയുടെ കാൽപാദങ്ങൾ അദൃശ്യമായിരുന്നു. മഹത്വത്തിൻ്റെ ദൈവം ഈ ബൈബിളിൽ തൻ്റെ ശക്തി അനേകം പ്രവാചകന്മാരിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ശക്തി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശമാണ്. എൻ്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പ് വിളിക്കട്ടെ. Praise the Lord. Praise the Lord. അനേകം കത്തോലിക്ക വിശ്വാസികൾക്ക് ഒരു ധാരണയുണ്ട്, നമ്മുടെ സഭയിൽ ആർപ്പ് വിളികൾ അനുവദിച്ചിട്ടില്ല, നമ്മുടെ സഭയിൽ ആർപ്പ് വിളിയില്ല, സൈലന്റ് പ്രയർ മാത്രമേ ഉള്ളൂ. അത് തെറ്റായൊരു ബോധ്യമാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നിങ്ങൾ പഠിക്കണം. ഈ മതബോധന ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തലുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. അതിൽ വിശുദ്ധ ക്രിസോസ്റ്റം, നമ്മുടെ സഭയുടെ പരമോന്നതനായ വലിയൊരു സഭാപിതാവാണ് വിശുദ്ധ ക്രിസോസ്റ്റം. വിശുദ്ധ ക്രിസോസ്റ്റത്തിൻ്റെ അഭിപ്രായം, പ്രബോധനം ഇതിൽ കത്തോലിക്ക സഭ തൻ്റെ ഔദ്യോഗിക പ്രബോധന ഗ്രന്ഥത്തിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെ വിശ്വാസികൾക്കായി രേഖപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. 2179-ാം ഖണ്ഡികയിലെ അവസാന ഭാഗത്ത് വിശുദ്ധ ക്രിസോസ്റ്റത്തിൻ്റെ ഈ ഒരു പ്രബോധനം ചേർക്കപ്പെട്ടിട്ടുണ്ട്. നിനക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം, എന്നാൽ അത് വലിയ ജനസമൂഹമുള്ള ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നത് പോലെ അല്ല. അവിടെ ഏക മനസ്സോടെ ദൈവ സന്നിധിയിലേക്ക് ആർപ്പ് വിളികൾ ഉയരുന്നു. അവിടെ മറ്റു ചിലത് കൂടിയുണ്ട്, മനസ്സുകളുടെ ഐക്യവും ചേർച്ചയും സ്നേഹത്തിൻ്റെ ബന്ധവും വൈദികരുടെ പ്രാർത്ഥനകളും. എന്ന് പറഞ്ഞാൽ ദേവാലയത്തിൽ വന്ന് അനേകം ആളുകൾ സമ്മേളിക്കുമ്പോൾ അവരുടെ കൂടെ ആർപ്പ് വിളികൾ ദൈവ സന്നിധിയിലേക്ക് ഉയരുന്നു. അത് ശ്രേഷ്ഠമാണ് എന്ന് വിശുദ്ധ ക്രിസോസ്റ്റം തൻ്റെ പ്രബോധനത്തിൽ വിശ്വാസികളെ പഠിപ്പിക്കുകയാണ്. വീട്ടിലിരുന്ന് കഥ കടച്ച് ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയുണ്ട്, അത് വേറെ. ഇത് സമൂഹത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന, ആർപ്പ് വിളിക്കുന്ന ദൈവ ആരാധനയുടെ പ്രാർത്ഥന, അത് വേറെ. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് വിശുദ്ധ അഗസ്തീനോസ് പ്രബോധനം നൽകുന്നുണ്ട്. അതും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ചേർത്തിരിക്കുകയാണ്. 1157-ാം ഖണ്ഡികയിൽ വിശുദ്ധ അഗസ്തീനോസിന്റെ പ്രബോധനം നാം കാണുന്നുണ്ട്. അങ്ങയുടെ സഭയിലൂടെ പ്രതിധ്വനിച്ച, അങ്ങയുടെ ആത്മീയ ഗീതങ്ങളാലും ഗാനങ്ങളാലും സ്വരങ്ങളാലും അഗാധമായി ചലിപ്പിക്കപ്പെട്ടു. ഞാൻ എത്ര കരഞ്ഞുപോയി, എന്തൊരു വികാരമാണ് ഞാൻ അവയിൽ അനുഭവിച്ചത്. എൻ്റെ ഹൃദയത്തിലെ സത്യത്തെ വേർതിരിച്ചെടുത്തുകൊണ്ട് ആ ശബ്ദങ്ങൾ എൻ്റെ കർണങ്ങളിലേക്ക് ഒഴുകി. ഭക്തിയുടെ ഒരു വികാരം എന്നിൽ ഉണർന്നു. കണ്ണുനീർത്തുള്ളികൾ ഒഴുകി വീണു. എനിക്ക് നന്മ ചെയ്ത കണ്ണുനീർത്തുള്ളികൾ തന്നെ. നോക്ക്, വിശുദ്ധ അഗസ്തീനോസ് അതിനെ കാവ്യാത്മകമായി അങ്ങോട്ട് അവതരിപ്പിക്കുകയാണ്. ദേവാലയത്തിൽ വന്ന് ജനങ്ങളോടുകൂടെ കീർത്തനങ്ങൾ ആലപിച്ച് ദൈവസ്തുതികൾ ഉയർത്തി ദൈവത്തെ ആരാധിച്ചപ്പോൾ തന്നിലേക്ക് ഒഴുകിയ ദൈവശക്തിയെക്കുറിച്ച് വിശുദ്ധ അഗസ്തീനോസ് വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയിലെ വലിയ ദൈവപിതാക്കന്മാർ, വലിയ ദൈവദാസന്മാർ, സഭാപിതാക്കന്മാർ ദൈവാരാധന, ദൈവസ്തുതിപ്പ്, പ്രകീർത്തനങ്ങൾ, ഗാനങ്ങൾ, ഗീതങ്ങൾ, ഹല്ലേലൂയ ഗീതങ്ങൾ, ഇതിനെല്ലാം ഒരുപാട് വാഴ്ത്തി, ഒരുപാട് സ്നേഹിച്ച് അതിനെ ഉയർന്ന സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൻ്റെ എല്ലാ സാരാംശമായി വിശുദ്ധ ലിഖിതം ദൈവമക്കൾക്ക് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 43-ാം അധ്യായത്തിൽ 30-ാം വാക്യത്തിൽ പ്രബോധനം നൽകുന്നുണ്ട്. വചനം പഠിപ്പിക്കുകയാണ്, എല്ലാ കഴിവും ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുവിൻ,
അവിടുന്ന് അതിനുപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ, തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല. ഇതാണ് ദൈവവചനം ദൈവമക്കളുടെ അനുഗ്രഹത്തിന് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. സർവശക്തിയോടും കൂടെ അവിടുത്തെ സ്തുതിക്കുക, അവിടുത്തെ പുകഴ്ത്തുക. എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തെ ആരാധിക്കാൻ ഒരുപക്ഷെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഉത്ബോധനം നമ്മുടെ കാതുകളിൽ പതിച്ചിട്ടില്ലായിരിക്കാം. ഇന്ന് ഈ നിമിഷം ദൈവം തൊട്ട് വിളിക്കുകയാണ്. മകനെ, മകളെ, നിന്റെ സ്വരം, നിന്റെ അതരം, നിന്റെ ജീവിതം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി കൂടിയുള്ള ജീവിതമാണ്. നിന്റെ സമയം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി കൂടിയുള്ള സമയമാണ്. സഭയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുക. രണ്ട് കരങ്ങൾ ഉയർത്തി ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖഭാരങ്ങളും കുടുംബത്തിൻ്റെ എല്ലാ വിഷമങ്ങളും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് കൈകൾ ഉയർത്തി കുട്ടികളും മുതിർന്നവരും ഒരുമിച്ച് സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന, ആരാധന. ഓ ഭൂവാസികളെ, നിങ്ങൾ എല്ലാ ഭാഗത്തും ഒരുമിച്ച് കൂടി നമ്മുടെ ദൈവത്തെ ആരാധിക്കുവിൻ. ആരാധന, ആരാധന. ഗ്ലോറി, 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 ഗ്ലോറി. പവർ, പവർ, പവർ. ഭൂവാസികളെ, യഹോവയ്ക്കായി പാടുവിൻ, സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ നല്ലവനല്ലോ, സ്തുതി എന്നും അവന്. 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 കൈകൾ ഉയർത്തി സ്തുതിക്കുന്നു. രാജാവേ, ഓ അഭിഷേകത്തിന്റെ ശക്തിയെ ഇപ്പോൾ വ്യാപരിക്കണമേ. ആരാധന, 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 ആരാധന. ഗ്ലോറി, 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 ഗ്ലോറി. ആരാധന, ആരാധന. ഓ അഭിഷേകം നിറയട്ടെ, കൃപ നിറയട്ടെ, സൗഖ്യങ്ങൾ നിറയട്ടെ, ആത്മാവ് നിറയട്ടെ, സന്തോഷം നിറയട്ടെ, ഉണർവിന്റെ അഭിഷേകം നിറയട്ടെ, ക്ഷീണങ്ങൾ വിട്ടുപോകട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 40-ാം തിരുലിഖിതം. ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു അരുളി ചെയ്തു. Praise the Lord. Praise the Lord. Come, Lord Jesus. Hallelujah. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ ഓരോ രോഗികളും വിശ്വാസത്തോടെ ഇപ്പോൾ ഭാവന കാണുക. എൻ്റെ യേശു എൻ്റെ അടുത്ത് വരുന്നു, എൻ്റെ യേശു എൻ്റെ രോഗത്തെ ശാസിക്കുന്നു. കുരുടന്മാരുടെ കണ്ണുകളിൽ സ്പർശിച്ച് നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ എന്ന് പറഞ്ഞ യേശു കാഴ്ചയില്ലാത്ത കണ്ണുകളിൽ സ്പർശിക്കുന്നതായി ഇപ്പോൾ നിങ്ങൾ കാണുക. ക്യാൻസർ രോഗത്തിൽ വന്ന് യേശു സ്പർശിച്ച് ക്യാൻസർ രോഗത്തെ ശരീരത്തിൽ നിന്നും പറിച്ചു കളയുന്നതായി ഇപ്പോൾ വിശ്വാസത്തിൽ കാണുക. കുടുംബത്തിലെ കടബാധ്യത കർത്താവ് ശാസിച്ച് കുടുംബത്തിൽ നിന്ന് ബഹിഷ്കരിക്കുന്നതായി കാണുക. കുടുംബത്തിലെ പലതരത്തിലുള്ള ദുർപീഡകളും കലഹങ്ങളും തകർച്ചകളും ഒഴിഞ്ഞുപോയി സമാധാനം നിറയുന്നതായി കാണുക. വിവാഹത്തിന് തടസ്സങ്ങൾ മാറുന്നതായി കാണുക. വിശ്വാസത്തിന് ദൃഷ്ടിയാൽ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കൈകൾ രണ്ട് ഉയർത്തിപ്പിടിക്കുക. ഈശോയിലേക്ക് കൈകൾ ഉയർത്തുക. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത്, നിങ്ങൾ എന്താണോ കാണുന്നത്, ആ മേഖലകളിൽ അത്ഭുതത്തിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ്. കൈകൾ ഉയർത്തി സർവശക്തിയോടും കൂടെ യേശുവിനെ നാമം വിളിച്ച് ഉറക്കെ സ്തുതിക്കട്ടെ. യേശുവേ, 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 യേശുവേ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, അതിനെ തുറന്ന് വിളിക്കുന്നു.
സ്വരമുയർത്തി വിളിക്കുന്നു. രക്ഷയുടെ നാമം വിളിക്കുന്നു. അത്ഭുതത്തിന്റെ നാമത്തെ വിളിക്കുന്നു. വിടുതലിന്റെ നാമത്തെ വിളിക്കുന്നു. സൗഖ്യത്തിന്റെ നാമത്തെ വിളിക്കുന്നു. യേശുവേ 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 യേശുവേ. Come, Lord Jesus.